വെപ്പൺസ് ഈ ആഴ്ച റിലീസായ ഒരു ഹോളിവുഡ് മൂവിയാണ്. ഹൊറർ ത്രില്ലറാണ്. എൻ്റെ ട്രെയിലർ കണ്ടപ്പം ട്രെയിലറല്ല, ഫസ്റ്റ് ടീസർ വന്നിട്ടുണ്ടായിരുന്നു ഒരു 2-3 മാസം മുമ്പ്. കിഡിലും ടീസർ, ഉഗ്രൻ ടീസർ കട്ട്. റീസെൻ്റായിട്ട് കണ്ടിട്ടുള്ള സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീസർ കട്ടായിരുന്നു. ട്രെയിലറും ആ ഒരു ലെവലില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അടുത്തൊക്കെ എത്തി. അപ്പം അത്രയ്ക്കും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു ടിപ്പിക്കൽ ഒരു സ്ഥിരം എനിക്ക് ഈ ജംപ് സ്കെയർ കൊണ്ട് മാത്രമുള്ള ഹൊറർ പരിപാടികൾ, എനിക്ക് പ്രേതം വരുന്നു ആ പരിപാടി, ഒരു ലാസ്റ്റ് എന്നിട്ട് അത് ഒഴിപ്പിക്കുന്ന ആ ഒരു പരിപാടി എനിക്ക് താല്പര്യം സത്യം പറഞ്ഞില്ല, കണ്ടുമടുത്തത് കൊണ്ട്. ഇത് കണ്ടപ്പോൾ പക്ഷേ മനസ്സിലായി ഇത് വേറൊരു പരിപാടിയാണ്, ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു അന്വേഷണം അതിൻ്റെ പാരലലിൽ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സിനിമ വളരെ കുറച്ച് സെൻറ്റേഴ്സിൽ മാത്രമേ കേരളത്തിലുള്ളൂ. 2-3 പ്രൈം ലൊക്കേഷനിൽ കുറച്ച് സെൻറ്ററുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ച് അധികം ദൂരം പോയാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വെർത്തായിരുന്നു. നമ്മുടെ സമയത്തിനും അതുപോലെ തന്നെ പൈസയ്ക്കും വെർത്ത് തന്നെയായിരുന്നു എന്തായാലും സിനിമ. ടീസറും ട്രെയിലറും കണ്ട അത്രയും പ്രതീക്ഷയൊക്കെ ഉള്ളത് ഇല്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും ഈ ഒരു ത്രില്ലർ അല്ലെങ്കിൽ മിസ്റ്ററി ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗുഡ് വൺ ടൈം വാച്ച് തന്നെയാണ് സിനിമ. നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയാം. അത് സിനിമാക്കാർ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നും ഇട്ടിട്ടില്ല. തിയേറ്റർ പക്ഷേ അറിയാമല്ലോ, ഇംഗ്ലീഷ് പടങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ തിയേറ്ററുകളിൽ ഇടും. ഒരു 2 മണിക്കൂർ 9 മിനിറ്റാണ് ഡ്യൂറേഷൻ. 1.25 മണിക്കൂറായപ്പോൾ ഫസ്റ്റ് ഹാഫ് അവർ പോസ് ചെയ്തായിരുന്നു. അതിവിടം വരെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഫുൾ ഫാസ്റ്റായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റിലൊരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് പല ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 6 ക്യാരക്ടറിൻ്റെ ഇതിലൂടെയാണ് കഥ പോകുന്നത്. ആ ഒരു 4 ചാപ്റ്റർ വരെ 4 ആൾക്കാർ ഇതുവരെ ഫസ്റ്റത്തെ ഇതിൽ കാണിക്കുന്നു. ഭയങ്കര എൻഗേജിങ്. പിന്നെ ഭയങ്കര അപ്പം തന്നെ മനസ്സിലായി ലെവൽ പൊളിക്കും, ലാസ്റ്റ് ഒരു കിടിലൻ ക്ലൈമാക്സോടെ കിട്ടിയാൽ പൊളിക്കുമെന്ന്. പക്ഷേ പിന്നെ അങ്ങോട്ട് അടുത്ത ഇൻ്റർവെല്ലിന് കഴിഞ്ഞിട്ട് തുടങ്ങുന്നു. 5-ാമത്തെ ചാപ്റ്റർ കൊള്ളാം, ഭയങ്കര ആ ഒരു എല്ലാം കണക്റ്റഡാണ്, ഈ നോൺ ലീനിയർ നറേഷനാണ്. അപ്പോൾ എല്ലാം ഈ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ബാക്കിയുള്ളവരുമായിട്ട് ഇങ്ങനെ കണക്റ്റായി വരും. സെറ്റ് 6-ാമത്തെ ചാപ്റ്ററിലോട് എത്തുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ ഒരു മിസ്റ്ററി എന്ന് കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ഇതിൻ്റെ ഒരു മോട്ടീവിലോട്ട് എത്തിയപ്പോൾ അല്ലെങ്കിൽ റീസണിലോട്ട് എത്തിയപ്പം നമ്മൾ തമിഴിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ത്രില്ലർ പടത്തിൻ്റെ പരിപാടി പോലൊക്കെ എനിക്ക് തോന്നി. ഭയങ്കര സിമിലാരിറ്റി നമുക്കുണ്ട്, ഈവൻ മേക്കപ്പിൻ്റെ കാര്യത്തിൽ പോലും. പക്ഷേ അങ്ങനെ കുഴപ്പമില്ല. ആ ഒരു ഇതിലൊന്ന് ഡൗൺ ആയി എങ്കിലും ക്ലൈമാക്സ് പൊളിക്കുന്നു വിചാരിച്ചു. പക്ഷേ ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോൾ ഇവന്മാർ ജോണർ നേരെ ഷിഫ്റ്റ് ചെയ്തു. തുടക്കം തൊട്ട് തന്നെ പലയിടത്തും ഒരു കോമഡി എലമെൻറ്റ്, ഹ്യൂമറുകളൊക്കെ ഉണ്ട്, ഡാർക്ക് കോമഡി ഉണ്ട്. പക്ഷേ ക്ലൈമാക്സ് ആക്കിയപ്പോൾ ഇവന്മാർ ആ മിസ്റ്ററി എന്നുള്ളത് മൊത്തത്തിൽ മാറ്റി ഡാർക്ക് കോമഡി ആക്കി. അത് മൊത്തത്തിൽ നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്തു ഈ പടത്തിൻ്റെ. അത് ഭയങ്കര നെഗറ്റീവായി പോയി. അങ്ങനെ ഒരു ത്രില്ലർ പടം ഒരു കോമഡി ആയിട്ട് എൻഡ് ചെയ്തു. അത് ഇവർ മറ്റേ സാധാരണ നമ്മൾ കാണാറുള്ളത് ത്രില്ലറായിട്ട് തന്നെ അവർ ഉദ്ദേശിച്ച് നമുക്കിത് വെളിപ്പായിട്ട് തോന്നി. ഇതങ്ങനെയല്ല, ഇത് കോമഡി ആക്കാൻ നോക്കി, കോമഡിയായി വന്നു. പക്ഷേ അതിൻ്റെ മൂഡ് അങ്ങ് പോയി. അങ്ങനെ ഒരു കിടിലം ഫസ്റ്റ് ഹാഫ്. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ അടിപൊളിയും പിന്നത്തെ ഒരു 3/4 മണിക്കൂർ തോൽവിയായി പോയൊരു ഡീസൻറ്റ് ഹൊറർ മൂവിയാണ് വെപ്പൺസ്. ടെക്നിക്കലിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഹൊറർ ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.